ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. അങ്ങനെ ഹീറോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫ്രണ്ടിനോട് പറയാൻ തുടങ്ങി, എടി മച്ചി നമുക്ക് കുറച്ച് ട്രിപ്പ് പോവാ. എന്തടി പറയാ, ട്രിപ്പ് പോകുന്നതാ? അതൊക്കെ സെറ്റാവില്ലടി. അത് മാത്രമല്ല നിനക്കറിയില്ലേ എടി മച്ചി, അതൊരു കഷ്ടമായിടി. അതെ, ഞാനൊരു ഷോപ്പിംഗ് പോവാണ്. ട്രിപ്പ് പറഞ്ഞാൽ ഞാൻ ട്രിപ്പ് പോകുന്നത് ഉണ്ടായിരുന്നടി. അങ്ങനെ ഹീറോയി പറയും, അമ്മ ആ മോളെ നീ ഷൂസ് വെച്ച് പോകണോ? ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. അതുമാത്രമല്ല ഹീറോയിൻ്റെ ബാപ്പ പറഞ്ഞു, എന്ത് പറ്റിയടി? ഇല്ല ബാപ്പ, ഞാൻ ട്രിപ്പ് പോയിട്ട് വരാം. ശരി ഉമ്മ, നീ പോയിട്ട് വരുന്നത് ശരി തന്നെ, അത്ര ലേറ്റാക്കാൻ പാടില്ല, നല്ല ഫുഡ് കഴിക്കണോ. അങ്ങനെയായിട്ട് ഹീറോയി പറഞ്ഞു, ശരി ഉമ്മ. അങ്ങനെ ഹീറോയി അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി. അതിനായിട്ട് അങ്ങനെ ഫ്രണ്ട് വന്നില്ലേ, ഏടി മുംതാസേ നീ എവിടെയാടി ഉള്ളത്? ആ ഉമ്മ, മനസ്സിലായോ? ആ ഇല്ലമ്മ, എനിക്ക് കുറച്ച് ലേറ്റായി, ഞാൻ പോവാണ്. ഫ്രണ്ട് വിളിച്ചോണ്ട് ഫ്രണ്ട് കൂടെ ഹീറോയി ജോളിയായിട്ട് പോകാൻ തുടങ്ങി. ഹീറോയിന് മുമ്പ് ഇവളൊരു കാര്യം, അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ റോസിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ ട്രിപ്പ് പോയി. ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. ഇത് മച്ചി സ്റ്റോപ്പ് മച്ചി, എന്തടി? കാർ നിപ്പിക്ക്. അതിന് റോസ് കാർ നിപ്പിച്ച്. കാറ് വാവ്, ഈ പ്ലേസ് സൂപ്പറായിട്ടുണ്ടല്ലേ, നമ്മ അകത്ത് പോവാ. അതിന് റോസി അകത്ത് വരാൻ നോക്കി. ഇത് ഷോപ്പ് ഇവിടെ വ്യത്യാസമായിട്ടുണ്ടല്ലോ ഈ ഷോപ്പ്. ശരി ഓക്കെ, ആ ഷോപ്പിൻ്റെ അകത്ത് പോയി. ആ ഷോപ്പിൽ ജാതകം നോക്കും, എല്ലാം നോക്കുമായിരുന്നു. ആ ഷോപ്പിൻ്റെ അവർക്ക് ഹീറോയിനെ കണ്ടവന് മനസ്സിലായി, ശരി ഓക്കെ ഇവൾക്ക് നല്ല ഭാവിയുണ്ട്, ഇവൾക്ക് കൊടുക്കാതെ ഇത്ര നാൾ സൂക്ഷിച്ച് വെച്ചത് ഇവൾക്ക് കൊടുത്ത വന്നെത്തി. അയാൾ ഒരു മാതി ചിരിച്ചു. അങ്ങനെ ഹീറോയിനെ, സ്വാഗതമ്മ, നിങ്ങൾക്ക് എന്ത് വേണോ? ആ ഇല്ല, ഇവിടെ എന്തായാലും ഉണ്ട്. എന്ത് വേണമുണ്ട് മാഡം, ഇത് എന്ത് വേണം സാധനമുണ്ട്, അങ്ങനെ പറഞ്ഞു. ആയിട്ട് ഒരു മാസം മുളച്ചത്. അപ്പാ മാഡം ഇത് ഒരു ടൈമിൽ ഇത് ഭംഗിയായിട്ടുണ്ടല്ലേ മാഡം, ഇതിൽ എത്ര മണിയായി നമുക്കറിയാൻ പറ്റും മാഡം, നിങ്ങൾ ഇത് എടുത്തോ മാഡം. എത്ര രൂപ ഇതിന്? മാഡം 10 രൂപയൊന്നുമില്ല, 100 രൂപയുള്ളത്. എന്ത് 100 രൂപയെ? നല്ല ഗോൾഡ് കളറായിട്ടുണ്ടായി, ഫോട്ടോത്തിൽ കാണുന്നത് അത് മതി. എന്നാ മാഡം ഇത് വെച്ച് ഒരു പ്രശ്നമില്ല മാഡം. അത് മാത്രമല്ല നന്നായിട്ട് അത് മേങ്ങി ഹീറോയി, ഭയങ്കര ഹാപ്പിയായി ഹീറോയ്ക്ക്. അത് മാത്രമല്ല മാഡം, ഇത് ചാർജ് കുത്താൻ പറ്റും, ചാർജർ. അങ്ങനെ ഹീറോയിൻ്റെ ആൾ കൊടുത്തു. അങ്ങനെ ഹീറോയി അത് മേങ്ങി പണം കൊടുത്തു, ലാഭം നന്നായിട്ടുണ്ട് എന്ന് ഹീറോയി ഹാപ്പി ആയിട്ട് പോയി. അപ്പം അതിൽ ഒരാൾ ഹോണറിനോട് ചോദിച്ചു, സാറേ നിങ്ങൾ എന്തിനാ അത് കൊടുത്തത്? ഇത് ഒന്നല്ല ഉള്ളത്, രണ്ടുണ്ട്. ഇത് കേട്ട് ഷോക്ക്. രാജാവ്, എന്ത് രണ്ടുണ്ടാ? അതോടെ ഇവളെ പാർട്ട്ണറിൻ്റെ കയ്യിലുള്ളത്. എന്ത് പാർട്ട്ണറാ? അതെ, ഇനി ഇത് മാറ്റി വരാനുണ്ട് എന്നാൽ അവർ ഒരു മാറ്റി ചെയ്തു. അങ്ങനെ ഇപ്പം നമുക്ക് ഹീറോയിനെ നോക്കാം. ഹീറോയിൻ പറയാൻ തുടങ്ങി, ഫ്രണ്ട് പറയാൻ തുടങ്ങി, ഇത് എന്തടി ഇത്? എടി മണി നോക്കുന്നത് നല്ല നല്ല കളർ മിന്നോട് മച്ച്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഹീറോയിനക്ക് അത് ഇഷ്ടപ്പെട്ടു. അതിന് വീട്ടിലൊക്കെ പോയി ഹീറോയിൻ നന്നായിട്ട് ഉറങ്ങി. രാവിലെയായി. ഇങ്ങനെ കുറച്ച് ദിവസം ട്രിപ്പ് എൻജോയ് ചെയ്ത് അങ്ങനെ ഹീറോയിൻ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഹീറോയിൻ ഉറങ്ങാൻ തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് കൊറിയ നോക്കാം. PTS മെമ്പർ 7 പേര് ഹാപ്പിയായി സംസാരിക്കാൻ തുടങ്ങി. എടാ മച്ചാ, നമുക്ക് ഷോപ്പൊക്കെ പോയായിരുന്നു. ആറാം പറയാൻ തുടങ്ങി. ആറാമൻ കയ്യിൽ ഒരു ബോക്സ് ഉണ്ടായി. ജിന്നി വെച്ചു, എന്താ അത്? ജിമ്മിൻ പറയാൻ തുടങ്ങി, എനിക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടോ? ചങ്കൊക്കെ പറയാൻ തുടങ്ങി, ബണന് മിസ്റ്റേക്ക് കൊടുന്നാറാം പോടാ, അതൊന്നുമല്ല. ആറാം തുറന്നു. അതെ, അങ്ങനത്തെ ഒരു മണി പോലെ ഫോട്ടോ എടുത്തുള്ള അതേ ചിത്രമുള്ള ഒരു മണീൻ്റെ പോലെ ഒരു മിന്നി, ഗോൾഡ് കളറിൽ മിന്നിൻ്റെ അതേത് ആറാം മണി കയ്യിലുണ്ട്. അങ്ങനെ അവർ വെച്ച് ഇങ്ങനെ അത് വെച്ച് അവിടെ രാവിലെ ആയിരുന്നു. ഹീറോയിൻ്റെ നാട്ടിൽ രാത്രിയായിരുന്നു. അവർക്ക് ടയർഡായിരുന്നു, ഷൂട്ടിംഗ് ഒന്നുമില്ല, കുറച്ച് റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ ബിസി ആയിട്ട് അവർ ഡാൻസ് എല്ലാം കളിച്ച് ടയർഡായി വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് അതും ഒരു മാറ്റം വരാൻ തുടങ്ങി. അതും ഹീറോൻ്റെ അവിടെ ഉള്ളത് അതും ഒരു മിന്നാൻ തുടങ്ങി, ഹീറോയിൻ്റെ ഉള്ള പ്ലേസിൽ മിന്നാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഒരു ഡോർ ഓപ്പണായി, ഒരു ഡോറായി മാറി. ജിമ്മിനിക്ക് വാട്ടർ തായ്ക്കുന്നതിന് ജിമ്മിന് കണ്ണ് തുറങ്ങുമ്പോൾ ഒരു ഡോർ കണ്ടു. ജിമ്മിന് ഒച്ചടാക്കാൻ തുടങ്ങി. ഇത് കാണിച്ച് ബാക്കി ഒരു തപ്പ ജങ്കുക്ക് താഴെ വീണു. എന്തിൻ്റെ ജിമ്മിനിക്ക് ഇതാക്കിനോട് നോക്ക്, ഷുഗ എനിക്കൂല, ഷുഗ എന്തിനാ എനിപ്പിക്കണേ? ഷുഗക്ക് ടെൻഷൻ. ജിമ്മിനെ മുറയ്ക്ക് നോക്ക്. എല്ലാവരും ഷോക്കായി. ഇതെന്താ ഡോറ്? ആറം പറഞ്ഞു, ഇത് ഇവിടുന്ന് ഡോർ വന്ന. ആറമ്മക്ക് ഒന്ന് ഡൗട്ട് വന്നു. അങ്ങനെ ആറം പറഞ്ഞു, നിങ്ങളൊന്ന് പോകണ്ട, ഞാൻ പോയിട്ട് നോക്കണ്ട. ആറമ്മ ഡോറ് തുറന്നു. അപ്പുറത്ത് തുറന്നു ചോക്കായി ആറമ്മക്ക്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. അതെ, അത് ഭയങ്കര പ്ലേസ് ആയിരുന്നു. നല്ല കാർട്ടൂൺസിൽ മാതിരി നിറയെ പ്ലേസ് ആയിരുന്നു, ഒരു കാട് മാതിരി. അങ്ങനെ ആറം തുറന്ന് അകത്ത് പോയി. വാവ് എന്ന് ആറം പറയാൻ തുടങ്ങി, എന്ത് ഭംഗിയായിട്ടുണ്ടോ.
ഈ പ്ലേസ്. അങ്ങനെ ഓരോ നാൾ ഓരോന്നകത്ത് പോയി. അകത്ത് പോകുമ്പോൾ അവർ ഡ്രസ്സ് കോട്ടൺ ഡ്രസ്സിൻ്റെ ഗെറ്റപ്പ് ചേഞ്ച് ആവാൻ തുടങ്ങി. അതൊരു പാലസ് ആയിരുന്നു. പാലസിൽ ഡോർ തുറന്നതിന് ആറാം പാലസിനകത്ത് വന്നു. 7 പേര് ഗെറ്റപ്പ് ചേഞ്ച് ആയി. അവിടുത്തെ കുറച്ച് മന്ത്രി അവരല്ല, രാജാവേ നമസ്കാരം രാജാവേ എന്ന് പറഞ്ഞു. ആറമ്മക്ക് ഒന്നും മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. ഞങ്ങൾ രാജാവാണോ? അതെ, നിങ്ങളാണ് രാജാവ്. ഇവിടുത്തെ കാരണം നിങ്ങൾ പറഞ്ഞിട്ടു സിംഹാസനം കാലിയായിരുന്നു. അങ്ങനെ 7 പേർ വന്നു അവിടുത്തെ സിംഹാസനിലിരുന്നു. അവർക്കൊന്നും മനസ്സിലായില്ലായിരുന്നു, അവർക്ക് ഒന്നും നടക്കുന്നത് മനസ്സിലാവില്ലായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോക്ക് ഒന്നും മനസ്സിലായില്ലേ. ഹീറോയി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഡോർ കണ്ടു. ഹീറോയി തുറന്ന് നോക്കുമ്പോൾ വാവ് ബ്യൂട്ടിഫുൾ. അത് ഹീറോയി ഒരു ബാഗ് ഇട്ടു വന്നു, ഷോൾ ഇട്ടു. ക്യാമറയിൽ ഫോട്ടോ എടുക്കാതെ തന്നെ ഈ ഫോട്ടോത്തിൽ കാണുന്ന മതി അതേ കളർ ഡ്രസ്സ്. ഹീറോയ്ക്ക് ഒരുപാട് വ്യത്യാസമാവാൻ തുടങ്ങി. അവിടെ ഒരു ഗേൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. ആ ഗേൾ വന്നു മഹാറാണി എന്ന് ചോദിച്ചു. ഹീറോയ്ക്ക് ഷോക്കായി. നീ എങ്ങനെ പാത്രത്തിൽ പാറുന്ന കേട്ടോ? ആ കുട്ടി കാരണങ്ങൾ എല്ലാം പറയാൻ തുടങ്ങി. ഇതൊരു മാജിക് വേൾഡ്സാണ്. അങ്ങനെ ആ കുട്ടി കൂടെ ഹീറോയി ഫ്രണ്ട്സ് ആവാൻ തുടങ്ങി. അങ്ങനെ 2 പേര് ബെസ്റ്റ് ഫ്രണ്ട്സായി മാറി. ഹീറോയി വല്ല പ്ലേസ് വന്നു. ഇതാണ് പാലസ്. ഹീറോയി അകത്ത് വന്നു ആ പാലസ്ക്ക്. ഹീറോ മറുതായില്ല. ജിന്നും ആറുമെല്ലാം ഇങ്ങനെ വായിക്കൊണ്ടാക്കി തുടങ്ങിയാണ്. ഹീറോയി വന്ന് ഹീറോ മറക്കണ്ട്. ഹീറോയ്ക്ക് ഷോക്ക്. ഇവർക്ക് എപ്പോൾ പൈഡേഴ്സാണല്ലോ, ഇവിടെ എങ്ങനെ രാജാവായത്? ഹീറോയ്ക്ക് കൺഫ്യൂസായി. അതെ ആ ഗേളിനോട് ചോദിച്ചു. ആ ഗേൾ പറഞ്ഞു തുടങ്ങി, ഇത് ഇവർ നിന്നെ പോലെയാണ് വന്നത്. ഓ അതെയാണോ? ഇവർക്ക് ഞാൻ ആപ്പ് വെക്കാൻ പോകുന്നു. ഹീറോ സ്മൈൽ ചെയ്ത് തുടങ്ങി. മഹാരാജാവേ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ചിന്ന് തെരഞ്ഞു നോക്കി, ആരാ ഇവ വിളിക്കുന്നത്? ഹീറോയി കൊറിയൻ ലാംഗ്വേജിൽ സംസാരിച്ച് അങ്ങനെ എല്ലാ ലാംഗ്വേജ് ട്രാൻസ്ഫർ ആവുന്നു. അതുകൊണ്ട് ഹീറോയി സംസാരിച്ചത് ഒരു കൊറിയയിലായിട്ട് വന്നു. ആ ഹീറോയി ഒരു മാജിക് ഉണ്ടായിരുന്നു ഹീറോയ്ക്ക്. അവർ സംസാരിച്ച് ഹീറോയ്ക്ക് മനസ്സിലാവും. അങ്ങനെ ഹീറോ തിരിഞ്ഞു നോക്കി ഹീറോയിനൊക്കെ ഷോക്കായി. ഇവളാരാ? ഇവളെന്താ ഷോൾ ഇട്ടിട്ട് വന്നത്? ഒരുപോലെ ഇവള് ഞങ്ങളെ പോലെ വന്നതാ? അങ്ങനെ ആറമ്മ ഓടി വന്നു. ആറമ്മ ചോദിച്ചു നോക്കി. ഹീറോയി പറയാൻ തുടങ്ങി, അതെ ഞാനും അതേമാതിരി വന്നതാണ് പറഞ്ഞു ഹീറോയി. സമാധാനമായി. ഇവിടെ ഉള്ളതെല്ലാം വ്യത്യാസമായിട്ടുണ്ടു. അങ്ങനെ ആറമ്മ പറയാൻ തുടങ്ങി, നീ എവിടുന്നാ വന്നത്? ഞാൻ ഇന്ത്യനെ വന്നത്. ഓ ഇന്ത്യയാണോ? അങ്ങനെ